സൈബർ തട്ടിപ്പ് വ്യാപകമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വടകര റൂറൽ ജില്ലാ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കൂടുതൽ സജ്ജീകരണത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം റൂറൽ SP KE ബൈജു നിർവഹിച്ചു. വടകര റൂറൽ SP ഓഫീസിൽ പരിമിതമായ സൗകര്യത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കൂടുതൽ വിശാലമായ സൗകര്യത്തോടു കൂടിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. റൂറൽ SP ഓഫീസിന് തൊട്ടു മുന്നിലായി പ്രവർത്തനം ആരംഭിച്ച പുതിയ സ്റ്റേഷന്റെ ഉദ്ഘാടനം റൂറൽ SP KE ബൈജു നിർവഹിച്ചു. നാൾക്കുനാളിപ്പോ സൈബർ തട്ടിപ്പ് കൂടി വരികയാണ്. കുറച്ച് അറസ്റ്റ് CBI അന്വേഷിക്കണമെന്ന് പ്രധാനപ്പെട്ട സുപ്രീം കോടതി പോലും ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കോഴിക്കോട് ശ്രദ്ധിക്കേണ്ടത് സൈബർ തട്ടിപ്പിന്റെ ഒരു ഹബ്ബായിട്ടാണ് ഓൾ ഇന്ത്യ ബേസിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈബറിന്റെ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യമായിട്ട് നടത്തേണ്ട സാഹചര്യമാണുള്ളത് കോഴിക്കോട് ജില്ലാ പോലീസിന്. ഇപ്പോ തട്ടിപ്പിലൂടെ ആളുകളെ നഷ്ടമായ കാശ് 60 ലക്ഷത്തോളം രൂപ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ നമുക്ക് ഈ കഴിഞ്ഞ 2025 വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ കാശ് നമുക്ക് തിരിച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ട കാശ് ഈ പരാതിക്കാർ കിട്ടേണ്ടതുണ്ട്. അതിന് വരുന്നൊരു ബുദ്ധിമുട്ട് ഇപ്പോ സൈബർ തട്ടിപ്പ് നമുക്കറിയാം ഒരു ആഗോള തലത്തിൽ അത് സംഭവിക്കുന്ന സാഹചര്യം. ഇപ്പോ പല സ്റ്റേറ്റിലുള്ള ആളുകൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് തട്ടിച്ച എമൗണ്ട് സൈബർ തട്ടിപ്പോടെ കണ്ടെത്തിയ എമൗണ്ട് അതിൽ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. അത് ഒരാൾക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എങ്കിലും ഈ കാശ് കിട്ടേണ്ട ആളുകൾ കൊടുക്കാനായിട്ട് കോടതി പോകാൻ നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. പക്ഷെ ആ കാശ് കിട്ടേണ്ട ഏത് അക്കൗണ്ടിനാണോ കിട്ടേണ്ടത് അതിലേക്ക് വേറെ അവകാശികളിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള തട്ടിപ്പ് നടത്തിയ കാശ് ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പൊ അവർ കൂടി ക്ലെയിം ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന കാശ് തിരിച്ച് പരാതിക്കാർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള സമയബന്ധിതമായിട്ട് നടക്കുന്നില്ല. അതൊരു ഫാക്റ്റാണ്. പക്ഷെ ഇപ്പോ സൈബർ SHO ശ്രീ രാജേഷ് ആണ്, ഷൈജു വർക്ക് ചെയ്യുന്ന ഇവര് ഈ ഫീൽഡ് എക്സ്പെർട്ടൈസ് ആണ്. ഇപ്പോ ചടങ്ങിൽ അഡീഷണൽ SP AP ചന്ദ്രൻ, DCRB DYSP ചന്ദ്രമോഹൻ, സൈബർ ക്രൈം PS ഇൻസ്പെക്ടർ രാജേഷ് കുമാർ തുടങ്ങിയവരും മറ്റു പോലീസ് ഓഫീസർമാരും പങ്കെടുത്തു. സൈബർ പോലീസ് സ്റ്റേഷന്റെ നേരത്തെ SP ഓഫീസിലാണ്. അപ്പൊ അവിടെ സ്ഥലപരിമിതി നല്ലോണം ഉണ്ടായിരുന്നു. സൈബർ പോലീസ് സ്റ്റേഷനും സൈബർ സെല്ലും കൂടിയിട്ട് ഒരു 30ഓളം ആൾക്കാർ ചെറിയ നമ്മുടെ SP സാറ് വന്നതിന് ശേഷം നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയും. സാറ് ഇവിടെ പരീക്ഷകളുടെ മേളിലെ